ടിപ്സ് ഫോർ യു എ ടു സെഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്, ഷുഗർ കുറയ്ക്കാനായിട്ട് ആയുർവേദ മെഡിസിനെ കുറിച്ചോ നാച്ചുറൽ ടിപ്സിനെ കുറിച്ചോ ഒരു വീഡിയോ ചെയ്യാവുന്നുള്ളത്. നമ്മളിൽ പലരുടെ വീടുകളിലും ഒരു ഷുഗർ പേഷ്യന്റ് എങ്കിലും ഉണ്ടാകും. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം കൂടിയാണ്. സന്ധ്യന്റെ അമ്മയ്ക്ക് ഷുഗർ കൂടിയിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടും ഷുഗർ കുറയ്ക്കാനായിട്ടും അമ്മ കഴിച്ചിരുന്ന മരുന്നാണിത്. ഞാൻ ഗീതുവിന്റെ അമ്മയാണ്. എനിക്ക് കഴിഞ്ഞ മാസം ഷുഗർ നോക്കിയപ്പോൾ ഭയങ്കര കൂടുതൽ ഷുഗർ ആയിരുന്നു. അപ്പോഴാണ് എന്ത് കഴിക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ ആയുർവേദ മരുന്നിന്റെ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. അപ്പൊ ആ മരുന്ന് മേടിച്ച് കഴിച്ചപ്പോ എനിക്ക് ഷുഗർ 2 ആഴ്ച കൊണ്ട് ഫുള്ളായിട്ട് കുറക്കാൻ സാധിച്ചു. വേറെ മരുന്നുകൾ കഴിക്കുന്നത് പോലെയുള്ള ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ, അതൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് കഴിച്ചപ്പോൾ. വളരെ പെട്ടെന്ന് തന്നെ ഷുഗർ കുറയ്ക്കാനായിട്ട്, ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടും ഈ ഒരു ആയുർവേദ മരുന്ന് കൊണ്ട് പറ്റി. അപ്പൊ ഞാൻ ഇതിനു മുൻപ് ഷുഗറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗറിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗസ്റ്റ് ഉണ്ട്, ഡോക്ടർ താര മാം. ഡോക്ടർ താര മാം നമുക്ക് എന്താണ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്, ഷുഗർ കുറയ്ക്കാനായിട്ട് ആയുർവേദത്തിലെ ഏറ്റവും നല്ലൊരു മരുന്നിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ താര മാം നമുക്ക് പറഞ്ഞു തരും. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ താര ആർ നായർ. ഞാൻ ഇന്ന് ഡയബറ്റീസ് പേഷ്യൻസിനായി ഒരു എക്സ്പേർട്ട് ആയുർവേദിക് റെമഡി റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മെഹിക്യൂർ ടാബ്ലറ്റ് ആൻഡ് മെഹിക്യൂർ ഗ്രാന്യൂൾസ്. എന്താണ് മെഹിക്യൂർ? അതിന് മുമ്പായി എന്താണ് ഡയബറ്റീസ് എന്നൊന്ന് നോക്കാം. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. കറക്റ്റായിട്ട് ഫുഡ് റെഗുലേഷൻസ് ഇല്ലാതിരിക്കുക, എക്സസൈസ് ശീലമാക്കാതിരിക്കുക, സ്ട്രെസ് അനുഭവിക്കുക തുടങ്ങിയവയെല്ലാം കാരണമാണ് ഡയബറ്റീസ് കണ്ടുവരുന്നത്. ഇനി ആയുർവേദത്തിൽ നമുക്ക് ഡയബറ്റീസിനെ പ്രമേഹമായി കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻസുലിൻ ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാരണങ്ങളാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയോ പ്രൊഡ്യൂസ് ചെയ്ത ഇൻസുലിൻ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഡയബറ്റീസായി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഡയബറ്റീസിന്റെ ലക്ഷണങ്ങൾ? ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ തന്നെയാണ് ഡയബറ്റീസിന്റെ ലക്ഷണങ്ങൾ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും. കൂടാതെ ചില കോംപ്ലിക്കേഷൻസ് സിംറ്റംസും അതായത് ലക്ഷണങ്ങളും നമുക്ക് ഡയബറ്റീസിൽ കണ്ടുവരാറുണ്ട്. ഡയബറ്റീസ് റെറ്റിനോപ്പതി, ഡയബറ്റീസ് നെഫ്രോപ്പതി തുടങ്ങിയവയാണ് അതിൽ. ഡയബറ്റീസ് റെറ്റിനോപ്പതി, ഡയബറ്റീസ് കാരണം കണ്ണിന്റെ കാഴ്ച കുറയുക, കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാവുക, അതാണ് ഡയബറ്റീസ് റെറ്റിനോപ്പതി. ഇനി എന്താണ് ഡയബറ്റീസ് നെഫ്രോപ്പതി? ഡയബറ്റീസ് കാരണം കിഡ്നി ഫംഗ്ഷൻസ് നോർമൽ അല്ലാതാവുക, കൂടാതെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുക. ഇതെല്ലാമാണ് ഡയബറ്റീസ് നെഫ്രോപ്പതിയിൽ കാണാറ്. ഇതുകൂടാതെ അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, അമിതമായ യൂറിൻ പാസേജ് ചെയ്യുക, ഇതെല്ലാം ഡയബറ്റീസിന്റെ കോംപ്ലിക്കേറ്റഡ് ലക്ഷണങ്ങളായി കാണാറുണ്ട്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോവാം. ആയുർവേദിക് വിധി പ്രകാരം നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രമേഹം 3 തരത്തിലുണ്ട്: കഫജം, വാതജം, പിത്തജം. ഇനി പ്രമേഹത്തിന്റെ ട്രീറ്റ്മെന്റായി നമ്മൾ പറയുന്നത്, നമുക്കറിയാം പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് ഒരു എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസീസാണ്. അതിൽ നമുക്ക് മാനേജ് ചെയ്യുകയോ കൺട്രോൾ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ആയുർവേദത്തിൽ ഡയബറ്റീസിന്റെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രമേഹത്തിൽ എന്ത് കാരണം കൊണ്ടാണോ പ്രമേഹം ഉണ്ടായിരിക്കുന്നത് അതിന്റെ റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുക. അത് കാരണം മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ, ആയുർവേദിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആയുർവേദിക് റെമഡി എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാലും ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നത് മാത്രമല്ല ഉണ്ടാവുക, അതിന്റെ കൂടെയുള്ള കോംപ്ലിക്കേറ്റഡ് സിംറ്റംസ്, കോംപ്ലിക്കേറ്റഡ് ലക്ഷണങ്ങളും നമുക്ക് ആയുർവേദത്തിലൂടെ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായിരിക്കും ആയുർവേദത്തിന്റെ മാനേജ്മെന്റ്? ആയുർവേദത്തിൽ 2 തരത്തിലുള്ള മാനേജ്മെന്റ് ആണ് പറയുന്നത്: ശോധനക്രിയ, ശമനക്രിയ. അപ്പോൾ ശോധനക്രിയയിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആയിട്ട് മാറും. ശമനക്രിയയിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫുഡ് റെഗുലേറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. അമിതമായിട്ടുള്ള മധുരാഹാരങ്ങൾ കഴിക്കാതെ കൺട്രോൾഡ് ആയിട്ട് കഴിക്കാം നമുക്ക് മധുരാഹാരങ്ങൾ. അങ്ങനെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള എക്സസൈസ് ശീലിക്കുക, ഡെയിലി എക്സസൈസ് ശീലിക്കുക. കൂടാതെ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള എക്സസൈസുകൾ
യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ മുതലായവയും ശീലിക്കുക. അതുകൂടാതെ ശമന ഔഷധികളായിട്ട് ചില ആയുർവേദിക് പച്ചമരുന്നുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പ്രമേഹത്തിന്റെ ശമന ഔഷധികളായിട്ട് പാവയ്ക്ക, നമുക്ക് എല്ലാവർക്കും അറിയാം, ഡയബറ്റീസ് ഉള്ളവർ പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്ന ഒരു ശീലമാണ്. പാവയ്ക്ക, നെല്ലിക്ക മാത്രമല്ല, നമുക്ക് ത്രിഫല മൊത്തത്തിലെടുക്കാം. അതായത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക മൂന്നും പ്രമേഹത്തിന് ഗുണകരമാണ്. പാവയ്ക്ക, നെല്ലിക്ക, തുളസി, പിന്നെ ചക്കരക്കൊല്ലി എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഉണ്ട്, ചമത, വേങ്ങ, കണിക്കൊന്ന മുതലായവയാണ് ശമന ഔഷധികളായിട്ട് ആയുർവേദത്തിൽ പരാമർശിക്കുന്നത്. ഇന്നത്തെ ഒരു ശമന ഔഷധികളുടെ ഒരു കൂട്ടാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, മെഹിക്യൂർ ടാബ്ലറ്റ് ആൻഡ് മെഹിക്യൂർ ഗ്രാന്യൂൾസ്. ഈ പറഞ്ഞ മെഹിക്യൂർ ടാബ്ലറ്റിലും മെഹിക്യൂർ ഗ്രാന്യൂൾസിലും ശമന ഔഷധികളായ മഞ്ഞൾ, മരമഞ്ഞൾ, കണിക്കൊന്ന, പാവയ്ക്ക, വേങ്ങ, ചമത, ത്രിഫല, തുളസി തുടങ്ങിയവയാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ടാബ്ലറ്റ് 2 നേരം കഴിക്കുക. കാലത്തും രാത്രിയിലും ആഹാരത്തിന് ശേഷം 2 ഗുളിക വീതം കഴിക്കുക. ഇനി മെഹിക്യൂർ ടാബ്ലറ്റ് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ മതിയാകും. ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഷുഗർ ലെവൽ ബോർഡർ ലൈനിൽ നിൽക്കുക, കൂടിയും കുറഞ്ഞുമല്ല, ഒരു നോർമൽ ലെവലിലാണ്, ബട്ട് ദാറ്റ് ഈസ് ഇൻ ബോർഡർ ലൈൻ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സമീപകാലത്ത് തന്നെ ഡയബറ്റീസ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അങ്ങനെയുള്ളവർ ഡയബറ്റീസിന്റെ മെഹിക്യൂർ ടാബ്ലറ്റ് 1 ടാബ്ലറ്റ് വീതം 2 നേരം കഴിക്കുക. കാലത്തും വൈകിട്ടും ആഹാരശേഷം 1 ടാബ്ലറ്റ് കഴിക്കുക. ഇനി ഗ്രാന്യൂൾസ് എങ്ങനെ കഴിക്കണം? ഗ്രാന്യൂൾസ് 1 മുതൽ 2 ടേബിൾ സ്പൂൺ ഗ്രാന്യൂൾസ് കാലത്തും വൈകിട്ടും കഴിക്കുക. അത് വെറുതെ വായിലിട്ട് നമുക്ക് അലിയിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല അങ്ങനെ പറ്റാത്തവർ ചെറു ചൂടുവെള്ളത്തിൽ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഗ്രാന്യൂൾസ് കലക്കി കുടിക്കുക. അതും കാലത്തും വൈകുന്നേരം ആഹാരശേഷം 2 നേരം കഴിക്കുക. പ്രീ ഡയബറ്റീസ് ആയിട്ടുള്ളവർ അത് 1 ടേബിൾ സ്പൂൺ കഴിച്ചാൽ മതിയാവും. ഇനി ചിലർക്കൊരു സംശയമുണ്ട്, ഞങ്ങൾ അലോപ്പതി മെഡിസിൻസ് എടുക്കുന്നുണ്ട് ഡയബറ്റീസിന്, അപ്പോൾ ഇതിന്റെ കൂടെ ഈ മെഹിക്യൂർ ട്രൈ ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മെഹിക്യൂറും കഴിക്കാൻ സാധിക്കും. മെഹിക്യൂർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് റുട്ടീൻ ചെക്കപ്പിലൂടെ തന്നെ നിങ്ങളുടെ ഡയബറ്റീസ് വളരെയധികം കൺട്രോൾഡ് ആയിട്ടിരിക്കുന്നതും കൂടാതെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അലോപ്പതി മെഡിസിന്റെ ഡോസേജ് കുറയ്ക്കാനും സാധിക്കും. ഇങ്ങനെ മെഹിക്യൂർ പ്രോഡക്ട്സ് കഴിക്കുന്നത് എത്ര നാൾ കഴിക്കണം എന്നൊരു സംശയമുണ്ടാവും. അതായത് ബോർഡർ ലൈൻ ഉള്ളവർക്കാണെങ്കിൽ 15 ഡേയ്സ് കൊണ്ട് തന്നെ അവർക്ക് റിസൾട്ട് കിട്ടാവുന്നതാണ്. 15 ഡേയ്സ് കൊണ്ട് തന്നെ അവരുടെ ഷുഗർ ലെവൽ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർ കൺട്രോൾ ആവും. ഇനി ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവരാണ്, ഡയബറ്റീസ് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒരു 1.5 months കൊണ്ട് അവർക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും. ഇനി അതല്ല, ഹൈലി ഡയബറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഷുഗർ ലെവൽ എപ്പോഴും ഹൈ ആയിട്ടാണ് നിൽക്കുക, അവർക്ക് മാക്സിമം 3 months. 3 monthsനുള്ളിൽ തന്നെ അവരുടെ ഷുഗർ ലെവൽ കൺട്രോൾഡ് ആവും. അവർ കഴിക്കുന്ന ഏത് ടാബ്ലറ്റ് ആണോ, എത്ര ഡോസിലാണോ കഴിക്കുന്നത്, അതിന്റെ ഡോസേജ് അവർക്ക് കുറയ്ക്കാനും സാധിക്കും. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ശമന ഔഷധികളായിട്ടുള്ള പച്ചമരുന്നുകളല്ലാതെ ഇതിൽ യാതൊരു കെമിക്കൽസും ആഡ് ആയിട്ടില്ല. കൂടാതെ 100% ഹെർബൽ ആണ്, വിത്തൗട്ട് എനി സൈഡ് ഇഫക്റ്റ്. ഇത് ഞാൻ എൻ്റെ പേഷ്യൻസിന് തന്നെ കൊടുത്ത് നല്ല റിസൾട്ട് കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മെഹിക്യൂർ എന്ന് പറയുന്നത്. ഇനി ഈ മെഹിക്യൂർ ടാബ്ലറ്റ് ആൻഡ് മെഹിക്യൂർ ഗ്രാന്യൂൾസിന്റെ കൂടെ ഇവർ ഒരു ഫ്രീ പാക്ക് തരുന്നുണ്ട്. അതായത് ഒരു കോഫ്രീ എന്ന് പറയുന്ന ഒരു ഇൻട്രൊഡക്ടറി പ്രോഡക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്താണ് കോഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫിന്, എല്ലാ തരത്തിലുള്ള ചുമകൾക്കും, ബ്രോങ്കൈറ്റിസ്, ഇൻഫ്ലുവൻസ അതായത് കോമൺ കോൾഡ്, ജലദോഷം പോലെയുള്ള അസുഖങ്ങൾക്കും എല്ലാത്തിനും നല്ലൊരു ഉത്തമമായിട്ടുള്ള റെമഡി ആയിട്ടാണ് കോഫ്രീ കണ്ടുവരുന്നത്. നമുക്ക് കോഫ്രീ കൊച്ചുകുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. കൊച്ചുകുട്ടികൾക്ക് കാണുന്ന കഫക്കെട്ടുകൾ, അലർജി മൂലമുണ്ടാകുന്ന ചുമകൾ, ശ്വാസതടസ്സങ്ങൾ, ഇവയ്ക്കെല്ലാം കോഫ്രീ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ അതിന്റെ ഡോസേജ് 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി വലിയവർക്കാണെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ കാലത്തും വൈകിട്ടും കഴിക്കുക. കൊച്ചുകുട്ടികൾക്ക് 1/2 ടേബിൾ സ്പൂൺ കാലത്ത് 1 നേരം കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ രാത്രി 1 നേരം. കൊച്ചുകുട്ടികൾക്കെന്ന് പറയുമ്പോൾ
ഒരു 6+ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കറക്റ്റായിട്ട് ഫുഡ് റെഗുലേഷൻസ്, കറക്റ്റായിട്ട് എക്സസൈസ്, യോഗ മുതലായവ ചെയ്തുകൊണ്ട് മേക്ക് യുവർ ടാബ്ലറ്റ് ആൻഡ് മേക്ക് യുവർ ഗ്രാന്യൂൾസ് നല്ലൊരു റെമഡിയാണ് ഡയബറ്റീസ് പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയത്. നമസ്കാരം. ഇതിന്റെ റേറ്റ് 450 രൂപയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോഫ്രീ ഗ്രനുവൽസ് കിട്ടുന്നുണ്ട്. ഈ കോഫ്രീ ഗ്രനുവൽസ് നമുക്ക് 6 വയസ്സിന് മുകളിലുള്ള എല്ലാ ആളുകൾക്കും ഈ ഗ്രനുവൽസ് കഴിക്കാവുന്നതാണ്. ഇത് 2 രീതിയിലാണ് നമുക്ക് കഴിക്കാൻ പറ്റുക. ഒന്ന്, നമുക്ക് വായിലിട്ട് അലിയിച്ച് കഴിക്കാനായിട്ട് പറ്റും. ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ കുറച്ച് കനപ്പും ചവർപ്പൊക്കെ ആകുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നമുക്കത് തേനിൽ ചാലിച്ച് കൊടുക്കാവുന്നതാണ്. ഈ മെഡിസിൻ നിങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് താര മാമിന്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാതെ നമ്മുടെ 3 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൻ്റെ ഒപ്പം ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. കിഡ്സിനായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന ചാനലാണ് സായി കൃഷ്ണ കിച്ചു വേൾഡ്. ബ്യൂട്ടി ചാനലാണ് ടിപ്സ് ഫോർ യു A to Z. ഹെയർ കെയർ ചാനലാണ് ഗീതുസ് ഹെയർ കെയർ. ഓക്കെ, താങ്ക് യു.